വണ്ടി ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടല്ല സ്റ്റാർട്ടാക്കിയത്. കാരണം ബെൻഡക്സ് ഒക്കെ കയറി പിടിക്കുക എന്നുള്ള ഒരു ധാരണയില് നമ്മൾ തള്ളിയാണ്. 2 പ്രാവശ്യം തള്ളുമ്പോഴേക്ക് തന്നെ സ്റ്റാർട്ടായി. പിന്നെ പാമ്പും ചേരയൊന്നും ഇല്ല കേട്ടോ, അത് ഉറപ്പായി എന്തായാലും. അപ്പോ ഫുള്ള് സെറ്റപ്പാണ്. എഞ്ചിനൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതാണ്, വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫിനിഷിംഗ് ആണ്. പിന്നെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും റീസ്റ്റോർ ചെയ്യും, ഫുൾ ബോഡി പണി എടുക്കും, ഫുൾ കണ്ടീഷൻ ആക്കിയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വണ്ടി വരും. അപ്പോൾ നിങ്ങൾ തുടർന്നും ഓരോ ഭാഗങ്ങളായിട്ട് വണ്ടിൻ്റെത് നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ബാക്കി പൊളിക്കാനുള്ള ചെറിയ പരിപാടികളൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിൻ്റെ പണി തുടങ്ങാം നമുക്ക്. സീറ്റൊക്കെ ഇങ്ങോട്ട് പൊളിച്ച്, അപ്പോൾ മുനീർ ഭായിൻ്റെ ബീഡിങ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോളസ്റ്ററി വരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മൂപ്പരെ സായ് സലാം ഭായി ടൂൾസൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി ഉള്ള ടൂൾസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബോഡിപ്പണി എടുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ സ്ക്രൂ ഒന്നും ഊരാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല, ഒക്കെ പൊളിച്ചെടുക്കേണ്ടി വരും. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യത്തെ സ്ക്രൂ തന്നെ ഊരി കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മളെ ഫ്രീ ടൈമിൽ നമ്മൾ ഓരോ പണി എടുത്തുകൊണ്ട് ഇതിൻ്റെ ഫുൾ ബോഡി വർക്ക് നമ്മൾ തീർക്കുന്നതാണ്. അപ്പോൾ കർട്ടനും ബാക്കിലെ കാര്യങ്ങളൊക്കെ പൊളിച്ചിന്, ഓരോന്നോരോന്നായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡി കംപ്ലീറ്റ് പോയിക്കിന്, ബോഡി കംപ്ലീറ്റ് പണിയെടുക്കാനുണ്ട്. ബോക്സ് തുറന്നപ്പോഴുള്ള കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഇത് കൂടാരമാക്കി എടുത്തിട്ടുണ്ട്, അവരെ വാസസ്ഥലമാക്കിയിട്ട്. എന്തായാലും പാമ്പൊന്നുമില്ല, എറുമ്പ് മാത്രമേ ഉള്ളൂ. അത് തന്നെ വലിയ കെട്ടില്. നമുക്ക് ഫുള്ള് ബോഡി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂൾസും സാധനങ്ങളൊക്കെ ഇട്ടേക്കാനുള്ള ബോക്സ്, ഈ ബോക്സിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബോക്സ് നമ്മൾ കഴിച്ചെടുത്ത് വെക്കുകയാണ്. ബോക്സ് ബോൾട്ട് ഇട്ട് കഴിഞ്ഞ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ ആ ബോക്സ് നമ്മൾ കഴിച്ചെടുത്ത് വെക്കുന്നുണ്ട്. വലിച്ച് കീറി പൊളിക്കുന്നുണ്ട്. എന്തായാലും ഇത് മാറ്റാനുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കില്ല. വണ്ടി ഒന്നായിട്ട് കുളിക്കാന്നല്ലാതെ അപ്പോളസ്റ്ററി കീറുന്നില്ല. വണ്ടിനേക്കാൾ ഉറപ്പ് അതിൻ്റെ റക്സിനാണെന്ന് തോന്നുന്നു. പറിച്ച് ഒഴിവാക്കുകയാണ്. കണ്ണിലേക്ക് നല്ല മാരകമായിട്ടുള്ള സാധനങ്ങളൊക്കെ തെറിക്കുന്നുണ്ട്. എന്നാലും ഗ്ലാസ് നല്ല കൊണ്ട് എടുത്തിന്, ഗ്ലാസ് എടുത്തിട്ട് നേരെ ഇവിടെ സൈഡാക്കി വെക്കുന്നുണ്ട്. റക്സിനൊക്കെ വലിച്ച് കീറി പൊളിച്ചെടുക്കുകയാണ്. മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ബോഡി. അവിടെ ഒരു ഭാഗം കട്ടായി. ബ്ലാക്ക് ഫ്രെയിം ഇവിടെ കട്ടായിട്ടുണ്ട്. ഒക്കെ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് മൊത്തത്തിൽ ബോഡി ഇറക്കി വെക്കുന്നതാണ്. ഉറുമ്പാണ്, ഉറുമ്പിൻ്റെ വൻ ശേഖരം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചു. ഉണ്ടോ, ഉറുമ്പിനെ കൊണ്ട് പൊറുതി മുട്ടിക്കിന് ഫുള്ള് പൊളിച്ച് നമ്മൾ ഇനി ടോപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ടോപ്പൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്തായാലും നമ്മളെ മുൻകരുതായി ആ ടോപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പരിപാടികൾ നോക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് പണിക്കാർ, വേറെ ആരുമില്ല. നമ്മൾ തന്നെ അത് ഫുൾ ബോഡി പണി എടുക്കാൻ പോവാണ്. അപ്പോളസ്റ്ററി പണി മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീ പാറും. അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ സീറ്റിന് അടിഭാഗമല്ല, കമ്പിയൊക്കെ പോയിക്കിന്, അതുകൂടി നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതിന്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. പിന്നെ മോൾഭാഗത ആകാശം കാണാൻ നമ്മൾ പൊളിച്ചു കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെ പൊളിച്ച് ഈ പരുവത്തിലാക്കിയത്. നല്ല ഉറപ്പുള്ള ഗ്ലാസ് ഫ്രെയിമാണ്.
വെക്കുമ്പോഴേക്ക് മുറിയുന്നുണ്ട്. കണ്ടിട്ടാരും വട്ടാണോ എന്ന് വിചാരിക്കേണ്ട. എന്തായാലും പുറത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടിയിലാണ്. അതായത് പുറത്തുനിന്നൊരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയാൽ തന്നെ കുറച്ച് ദിവസം അവിടെ ഇടും. അതിനുശേഷം ഒരു പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ പൊളിപ്പരിപാടികൾ ഇന്ന് കഴിക്കും. ബാക്കി ഇതിൻ്റെ പൊളി നാളെ കഴിക്കും. മറ്റന്നാൾ മുതൽ ഫുള്ള് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മളെ ബോഡി വർക്ക് ഏകദേശം ബോഡി വർക്കല്ല, ബോഡി കട്ട് ഒഴിവാക്കലും ഏകദേശം കഴിഞ്ഞ് നമ്മൾ ഷോപ്പ് ഇറക്കി വെക്കാൻ പോവാണ്. ആ മതി. അപ്പൊ അതാ ബോഡി ഇറക്കാൻ പോവാണ്. നിങ്ങളെ ടൈം കൊടു. ബോഡി ഏകദേശം ഒഴിഞ്ഞിക്കണ്. അത് ഇറക്കാൻ പോവാണ്. നിങ്ങളുടെ പറഞ്ഞ ഗ്ലാസ് ഫ്രെയിം പിടി. ആ നമ്മളെ ബോഡി ഇറക്കി. ആ സെറ്റാണ്. ആ നമ്മളെ മറ്റേ ഡ്രൈവറാണ്, നമ്മളെ കമ്പനിക്കാരനാണ്. അപ്പൊ വേണ്ടാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്റെ ബാക്കിൽ വിളിച്ചൊക്കെയാണ്. ആൾക്ക് ക്യാമറയിൽ വീഡിയോയിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ആളെ വണ്ടിയാണ് ഇതാ അവിടെ കാണുന്നത്, നിലാവ്. അപ്പൊ നമ്മളെ ബോഡി പൊളിക്കിനെ കണ്ടിട്ട് വന്നാണ്. ഇതാണ് നമ്മളെ ഇത് പൊളി ഏകദേശം സെറ്റ് ആയിക്കിന്. ഹായ് ഗൈസ്, അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 8 കട്ടിംഗ് വീല് തീർന്നിട്ടുണ്ട്. ഏതായാലും ഈ 5 തീർന്ന് ബാക്കി 3 കൈ പിടിച്ചിക്കണ്. 10 കൂടി വാങ്ങേണ്ടി വരും. അപ്പൊ എന്തായാലും നമ്മൾ ഈ സാധനം പൊളിച്ചിട്ട് തൂക്കി വെക്കാൻ പോവാണ്. തൂക്കി വെച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തെ ചായ കൂടി ഈ ഫ്രെയിം തൂക്കിയിട്ടിട്ടാണ്. ഇപ്പൊ താഴോട്ട് മുറിച്ച് വീണ് പോകും. കാല് ശ്രദ്ധിച്ചോള. അവിടെ കട്ട് ചെയ്തിന്. അപ്പോൾ എടുത്തക്കാരൊക്കെ സഹായികളൊക്കെ എണ്ണം കൂടിക്കിന്. അപ്പൊ ഓരോന്നോരോന്ന് പീസാക്കാണ്. ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് ഇത്രയൊക്കെ ഇതാ ഇതിന്റെ ഉൾഭാഗമൊക്കെ ഇതാ പോകണ്ടേ. നല്ല വൃത്തിയുണ്ട്. ആർക്കാ വേണമെങ്കിലും വന്ന് വായിച്ചോളി. എന്നാ ചായ മാറ്റി ഞങ്ങൾക്ക് മന്തിയാക്കാം. കൊണ്ടുപോകാൻ നമ്മളെ പുതിയൊരു റെഡിയാണ്. വണ്ടി ഇവിടെ റെഡിയാണ്. വണ്ടിയിലാണ് നമ്മള് കൊണ്ടുപോകാൻ പോണത്. ഫുള്ള് സീറ്റ് കൊണ്ട് മറക്കോ അതിൽ കയറ്റോ. ഇപ്പൊ തന്നെ പീസാക്കി ഞാൻ ഫുഡ് അടിക്കാൻ പോവാ. ചായന്റെ പരിപാടി മാറ്റി അത് നീളത്തിലടി കയറ്റി. സാധനം വണ്ടി കയറ്റാൻ പോണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചത് അന്നേരം തീരുമാനിച്ചാൽ നടപ്പിലാക്കുക. അതാണ് നടപടി. വെൽഡ് ചെയ്യാനാണ് ആള് വന്നത്. ഇവിടുത്തെ ലോഡ് കയറ്റി പോണ അവസ്ഥയാണ്.
ഓരോരോ പാർട്സ് നമ്മളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കാണ്, ലോഡിങ്ങിലാണ്. എന്തായാലും ചിലപ്പോൾ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടാൻ മതി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഇറക്കണമെന്ന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അന്നും മന്തി ഉണ്ടാവുന്നതാണ് മുനീറിന്റെ വക. അങ്ങനെ നമ്മൾ അത് പഴയ ഇരുമ്പ് സാധനങ്ങളൊക്കെ തൂക്കിയെടുക്കുന്ന കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാഹനത്തിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് നേരെ കൊണ്ടുപോയിട്ട് തൂക്കാനുള്ള പരിപാടിയിലാണ്. തൂക്കി കിട്ടുന്ന പൈസക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡ് അടിക്കലാണ്. അപ്പോൾ ഗൈസ് നമുക്കിത് തൂക്കി വിൽപ്പനയിലേക്ക് പോവാം. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ തൂക്കി വിറ്റപ്പം കിട്ടിയത് 695 രൂപ, 700 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഭക്ഷണം കഴിക്കാൻ മാത്രമേ തയ്യുള്ളൂ, വേറെ പരിപാടിയായിരിക്കും തയ്യൂല. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.